Hi students, welcome back to our next video session. In this session, we can discuss about or introduce the fifth chapter in working capital management, that is management of inventory. We have already learned inventory is one of the important asset in current assets. Inventory constitute a major portion of the current assets. We have studied a lot of current assets. They are inventory, debtors, bills receivable, prepaid expenses and so on. Inventory is one of the important element constitutes the current assets. What is an inventory? Inventory is a stock of item held to meet future demand. ഫ്യൂച്ചറിൽ വരുന്ന ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽഡ് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ്, സ്റ്റോക്ക് ഓഫ് ഐറ്റത്തെയാണ് നമ്മൾ പറയാ ഇൻവെന്ററി എന്ന് പറയാം. സ്റ്റോക്ക് ഓഫ് ഐറ്റം ഹെൽഡ് ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. Inventory is a list for goods and material or those goods and material themselves held available in stock by a business. ഇനി എന്താണ് ഒരു ഇൻവെന്ററി? ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഫോർ ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ ഓർ ദോസ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ ദംസെൽസ് ഹെൽഡ് അവൈലബിൾ ഇൻ സ്റ്റോക്ക് ബൈ എ ബിസിനസ്. സ്റ്റോക്ക് ആയിട്ട് ഫേമിൽ എന്താണുള്ളത്, ഗുഡ്സ് ആണോ മെറ്റീരിയൽ ആണോ, ആ ഒരു ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ ആണ് ഇൻവെന്ററി. Inventory constitutes significant part of current assets. On an average, approximately 60% of current assets in public limited companies in India. ഇന്ത്യയിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിൽ ഇൻവെന്ററി എന്ന് പറയുന്നത് 60% ഉണ്ടാകും ഏകദേശം. എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഫണ്ട് ഈസ് റിക്വയർഡ്. നമ്മൾ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് അത്യാവശ്യം ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഫണ്ട് നമുക്ക് ആവശ്യമാണ്. ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനേജ്മെന്റ് ഈസ് ഇംപറേറ്റീവ് ടു അവോയ്ഡ് അൺനെസസറി ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാവൂ. ഫോർ മെയിൻറ്റെയിനിങ് ആഡിക്വേറ്റ് ഓർ ഒപ്റ്റിമം ഇൻവെന്ററി ദർ ഷുഡ് ബി ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് മാനേജ്മെന്റ് ഈസ് നെസസറി. Proper inventory management affect long-term profitability and may fail ultimately. Improper inventory management affects the long-term profitability. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി മാനേജ് ചെയ്യുന്നില്ല, ഒന്നുകിൽ അത് വളരെയധികം എക്സസീവ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇനാഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് രണ്ടും നമ്മളുടെ ഫേമിന് ദോഷമാണ്. ദാറ്റ് ഈസ് ഇംപ്രോപ്പർ ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് എൻ ഒപ്റ്റിമം ലെവൽ, അതർവൈസ് വി മേ ഫെയിൽ. നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ഇൻവെന്ററി ഒപ്റ്റിമം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, എക്സസീവ് ആയിട്ടോ ഇനാഡിക്വേറ്റ് ആയിട്ടോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ അവർ ബിസിനസ് വിൽ ഫെയിൽ ഇൻ നിയർ ഫ്യൂച്ചർ. ദെൻ 10 to 20% of inventory can be reduced without any adverse effect on production and sales by using simple inventory planning and control ടെക്നിക്. നല്ല രീതിയിൽ ഇൻവെന്ററി പ്ലാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവെന്ററിയുടെ ഒരു 20% വരെ നമുക്ക് റെഡ്യൂസ് ചെയ്താലും അത് പ്രൊഡക്ഷനെയോ സെയിൽസിനെയോ എഫക്റ്റ് ചെയ്യില്ല. ദെൻ വാട്ട് ആർ ദ 3 types ഓഫ് ഇൻവെന്ററി? raw material inventory, work in progress inventory and finished goods inventory. Then nature of inventories or forms of inventories are there: raw material, work in progress, finished product and supplies. First one, raw material. These are the basic input that are converted into finished product through the manufacturing process. Raw material are considered as the input used for production. So in this sense we can say it is called raw material. എന്തുകൊണ്ടാണ് raw material? എപ്പോഴാണ് നമ്മൾ raw material എന്നുള്ള വേർഡ് ഉപയോഗിക്കുക? ബിഫോർ ദ പ്രൊഡക്ഷൻ നടന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ആകുന്നതിന് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ മെറ്റീരിയലിനെ raw material എന്നാണ് നമ്മൾ പറയുക, ബിഫോർ ദ പ്രൊഡക്ഷൻ. And during the production it will be called as work in progress.
Work in progress or semi-manufactured product need some more works before they become finished product for sale. നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നതിന് മുൻപ് നമ്മളുടെ ഈ വർക്ക് ഇൻ പ്രോഗ്രസിന് ഒരുപാട് വർക്കുകൾ അതിന്മേൽ ആവശ്യമായിട്ട് വരും. അപ്പൊ ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ വി ക്യാൻ കോൾ ദ മെറ്റീരിയൽ ആസ് വർക്ക് ഇൻ പ്രോഗ്രസ്. Then finished products or finished goods. Completely manufactured products are called finished product. After the production, the material will be called as finished product. It will be ready for sale. നമ്മൾ വിൽക്കാൻ പാകത്തിലായിട്ട് വരുമ്പോഴാണ് നമ്മൾ finished product എന്ന് പറയാം. Then supplies. Office and plant cleaning material not directly enter production but are necessary for production process and do not involve significant ഇൻവെസ്റ്റ്മെന്റ്. ഇനി എന്താണ് സപ്ലൈസ്? ഓഫീസിലേക്കും അതുപോലെ ഓഫീസ് ആൻഡ് പ്ലാന്റ് ക്ലീനിങ് മെറ്റീരിയൽസ്. നമുക്ക് പ്ലാന്റ് ക്ലീൻ ചെയ്യാനും ഓഫീസിലേക്കായിട്ട് ഒരുപാട് സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ് ആവശ്യമാണ്. ബട്ട് ദേ ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ അവ നേരിട്ട് വരുന്നില്ല, പക്ഷെ പ്രൊഡക്ഷനിലെ എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ സപ്ലൈസ് ആവശ്യമാണ്. ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ബട്ട് ഡു നോട്ട് ഇൻവോൾവ് ഇൻ എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ. These are the various forms of inventories. Thank you all.